നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ മുതലക്കോടം മാവിൻചുവട്ടിൽ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ച സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസും PWD ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. വന്യമൃഗ ആക്രമണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് UDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാർ ബാറിന്റെ പ്രവർത്തന സമയം നീട്ടിയതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആഗോള കത്തോലിക്ക സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. വിജയപുരം രൂപതയുടെ കീഴിലുള്ള ഇടുക്കിയിലെ ലത്തീൻ ഇടവകകളിൽ ഇന്ന് ക്ഷാരബുധൻ ആചരിച്ചു. ഇടുക്കി ജില്ലയിൽ പട്ടയ നടപടികൾ അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമുണ്ടെന്നാരോപിച്ച് CPIM രംഗത്ത്. ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിച്ച് പട്ടയ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. വാർത്തകൾ വിശദമായി. തൊടുപുഴ മുതലക്കോടം മാവിൻചുവട്ടിൽ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ച സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസും PWD ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. റോഡിലെ വളവും അമിത വേഗതയുമായിരിക്കും അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. PWD AE പ്രസ്റ്റി മരിയ, ഓവർസിയർ സിനു, മുനിസിപ്പാലിറ്റി AE, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. തൊടുപുഴ മുതലക്കോടം മാവിൻചുവട്ടിൽ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ച സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസും PWD ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. റോഡിലെ വളവും അമിത വേഗതയും ആയിരിക്കും അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്നത് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. റോഡിനോട് ചേർന്ന് തുറന്നു കിടക്കുന്ന കുഴിയുണ്ടെന്ന് അറിയിക്കാൻ വ്യക്തമായ മുന്നറിയിപ്പ് സൂചനാ സംവിധാനമില്ലാത്തതും അപകടത്തിലേക്ക് നയിച്ചെന്നും വിലയിരുത്തി. ഇതിനിടെ ഓട മൂടാത്തത് സംബന്ധിച്ച് നഗരസഭയും PWDയും പരസ്പരം പഴിചാരുന്നുമുണ്ട്. ഓട നവീകരണത്തിന് നഗരസഭയാണ് തുറന്നതെന്നും ഇത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതാണ് അപകട കാരണമെന്നും ആരോപണമുണ്ട്. തിങ്കളാഴ്ച രാത്രി 12:40 ബൈക്ക് യാത്രികൻ ജെയ്സ് ബെന്നി കുഴിയിൽ വീണ് ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. റോഡിന്റെ അരികിൽ വലിയ കുഴിയുണ്ടായിട്ടും വ്യക്തമായ സൂചനാ ഫലകം പോലും സ്ഥാപിച്ചില്ല എന്ന കുറ്റകരമായ അനാസ്ഥയാണ് വകുപ്പുകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് MVD വന്നിട്ടുണ്ടായിരുന്നു, PWD ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ അപകടത്തിന്റെ കാരണങ്ങളാണ് ചോദിച്ചത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകുന്ന പയ്യൻ ചില സ്പീഡ് ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുന്നു ഞങ്ങൾക്ക് കണ്ടിട്ട് സ്പീഡ് ഉണ്ടായപ്പം വന്നപ്പോൾ വളവ് നീറുന്നില്ല, നേരെ വന്ന് ഇതിൽ ഇടിച്ചു വീഴുന്ന സാഹചര്യമാണ് തോന്നിയേക്കണം, മനസ്സിലായേക്കണം. പിന്നെ മുന്നറിയിപ്പോടൊന്നും കാര്യമായിട്ടില്ല. ഇതോട്ടെങ്കിലും അതൊക്കെ പാലൊക്കെ പിടിച്ചിരിക്കുന്ന കാരണം അങ്ങനെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുമൊന്നുമില്ല. ബാക്കി ഇവർ വന്ന് PWD എന്ന് പറയണം ഉടനെ തന്നെ നന്നാക്കാനുള്ള സെറ്റപ്പാണ് പറഞ്ഞേക്കണം. കോൺട്രാക്ടർ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം അളന്നു, ഉടനെ തന്നെ പണി പൂർത്തിയാക്കാം. അപ്പോൾ പിന്നെ വാട്ടർ സപ്ലൈയുടെയും കൂടെ തീരുമാനത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അവരുടെ കുറേ പൈപ്പുകൾ ഇതിൻ്റെ അടി കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഇവർ ചാടിക്കറി ചെയ്യുമ്പോൾ അവർ പിന്നെ ചോദിക്കും, ഇതിന്റെ ഞങ്ങളോട് ചോദിക്കേണ്ട ഇത് ചെയ്തന്നെ. അപ്പൊ അവരെ എല്ലാവരും കൂടെ കൂട്ടി വയ്പ്പിച്ചേ നടക്കുള്ളൂ. അപ്പൊ അതിന്റെ കാലതാമസം വരുന്നതാണ് ഇവർ പറയണം. PWD AE പ്രസ്റ്റി മരിയ, ഓവർസിയർ സിനു, മുനിസിപ്പാലിറ്റി AE, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വന്യമൃഗ ആക്രമണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് UDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. UDF ജനപ്രതിനിധികളും നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. വന്യജീവി ആക്രമണ വിഷയത്തിൽ സർക്കാർ സംവിധാനങ്ങൾ കാണിക്കുന്നത് അങ്ങേയറ്റം നിരുത്തരവാദിത്വപരമാണെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PG ജോസഫ് MLA കുറ്റപ്പെടുത്തി. ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാൾക്കുനാൾ ഭീഷണി വർദ്ധിച്ചു വരികയാണ്. ഓരോ ദുരന്തത്തിന് ശേഷമുള്ള താൽക്കാലിക തീരുമാനങ്ങൾക്കപ്പുറത്ത് ഇനിയും മനുഷ്യജീവൻ വെച്ച് പന്താടാതെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാകുന്നില്ല. മൃഗങ്ങൾക്ക് സുരക്ഷ നൽകാൻ നിയമങ്ങളുണ്ടെങ്കിലും മനുഷ്യനെ സംരക്ഷിക്കാൻ നടപടിയില്ലെന്ന പരാതി നിയമസഭയിൽ ഉൾപ്പെടെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തിട്ടുണ്ട്. സർക്കാർ കാട്ടുന്ന നിസ്സംഗത അപകടകരമാണെന്നും UDF നേതൃത്വത്തിൽ നേതാക്കളും ജനപ്രതിനിധികളും പ്രവർത്തകരും പങ്കെടുത്ത് വണ്ണപ്പുറത്ത് നടന്ന പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ സർക്കാരിന് നമുക്ക് അധികാരത്തിൽ നിന്നും താഴെയിറക്കാനും ഐക്യജനാധിപത്യങ്ങളുടെ സൽഭരണം ഇവിടെ ഉറപ്പാക്കാനും ഒറ്റക്കെട്ടായി വേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കൂട്ടായ്മ ഇപ്പം വന്യജീവി ആക്രമണം
ഞാൻ 40 ലക്ഷം രൂപ ആസ്തി വികസനം കൊടുത്ത് ഇടുക്കി പാക്കേജിൽ കോടികളുണ്ടെന്ന് പറയുന്നതല്ലാതെ ജനങ്ങൾക്ക് പ്രയോജനകരമായ സംരക്ഷണ വേലികൾ നിർമ്മിക്കാനെങ്കിലും സർക്കാർ തയ്യാറാകണം. ഉപാധിരഹിത പട്ടയം, CHR മേഖലയിലെ കോടതി സ്റ്റേ ഒഴിവാക്കൽ, ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കൽ, നേര്യമംഗലം വാളറ റോഡ് നിർമ്മാണ തടസ്സം നീക്കുന്ന വിഷയത്തിലും സർക്കാർ നിസ്സംഗത തുടരുകയാണെന്നും PG ജോസഫ് കുറ്റപ്പെടുത്തി. ഐക്യജനാധിപത്യ മുന്നണി വണ്ണപ്പുറം മണ്ഡലം പ്രസിഡന്റ് PM ഇല്യാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ, വൈസ് പ്രസിഡന്റ് റോയി കെ പോലോസ്, KMA ഷുക്കൂർ, അബു ജോൺ ജോസഫ്, പ്രൊഫസർ ഷീല സ്റ്റീഫൻ, M മോനിച്ചൻ, സാബിറ ജലീൽ, സുരേഷ് ബാബു, നിഷ സോമൻ, TS ഷംസുദ്ദീൻ, NA ബെന്നി, ബ്ലൈസ് G വാഴയിൽ, AM ഹാരിത, അനിൽ പയ്യാനിക്കൽ, ഇന്ദു സുധാകരൻ, സണ്ണി കളപ്പുര, ഷൈനി റെജി, മനോജ് കോക്കാട്ട്, സജി P ജോസ്, അഡ്വക്കേറ്റ് സിറിയ കല്ലടിക്കിൽ, MT ജോണി, ബേബി വട്ടക്കുതിൽ, ഷാഹുൽ ഹമീദ്, ജിജോ ജോസഫ്, അഡ്വക്കേറ്റ് ആൽബർട്ട് ജോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് 60ാം വാർഷികത്തിന്റെ ഭാഗമായി വിമുക്ത ഭട റാലിയും മഹാസമ്മേളനവും നടത്തി. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച റാലി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ആയിരങ്ങൾ പങ്കെടുത്ത റാലി ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സമാപിച്ചു. പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. 60ാം വാർഷികം IASL പ്രസിഡന്റ് റിട്ടയർഡ് ബ്രിഗേഡിയർ ഇന്ദർ മോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് 60ാം വാർഷികത്തിന്റെ ഭാഗമായി വിമുക്ത ഭട റാലിയും മഹാസമ്മേളനവും നടത്തി. മാനാഞ്ചിറ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച റാലി തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ആയിരങ്ങൾ പങ്കെടുത്ത റാലി ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സമാപിച്ചു. പൊതുസമ്മേളനം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് വിമുക്ത ഭടന്മാർക്ക് സംവരണമുണ്ട്. ഇവിടെയും എന്തുകൊണ്ട് അത് ഏർപ്പെടുത്തിക്കൂടാ? അതിന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വിരമിച്ച സൈനികരുടെ മൗലികമായ കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്തു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ P ജയദേവൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 60ാം വാർഷികം IASL പ്രസിഡന്റ് റിട്ടയർഡ് ബ്രിഗേഡിയർ ഇന്ദർ മോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ C രാജശേഖരൻ നായർ അവകാശ പത്രിക അവതരിപ്പിച്ചു. സദേൺ ആർമി മുൻ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ സുരേന്ദ്രനാഥ്, KSCSL മുഖ്യ രക്ഷാധികാരി A വർഗീസ് കാപ്പിൽ, സംസ്ഥാന മഹിളാ വിംഗ് പ്രസിഡന്റ് ലളിത M നായർ, ജനറൽ സെക്രട്ടറി തുളസി ശങ്കർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ D ശശികുമാർ, സെക്രട്ടറി VN രാധാകൃഷ്ണ പണിക്കർ, ജനറൽ സെക്രട്ടറി SK അജികുമാർ, ജില്ലാ സെക്രട്ടറി അജിത് കുമാർ ഇളയിടത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സംസ്ഥാന സർക്കാർ ബാറിന്റെ പ്രവർത്തന സമയം നീട്ടിയതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ ഇത്തരമൊരു തീരുമാനം സർക്കാർ എടുത്തതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു വിശദമായ ചർച്ചയ്ക്ക് ശേഷം എടുക്കാൻ പാടുള്ളൂ. നേരത്തെ ഈ ആവശ്യം ബാറുടമകളുടെ കയ്യിൽ നിന്ന് വന്നിരുന്നു, ഇത് ഏകീകരിക്കണം എന്നും. പക്ഷെ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിന്റെ അകത്ത് ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൌരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൌർഭാഗ്യവശാൽ പെട്ടെന്നാണ്, ഇലക്ഷന്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ. പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനുമാണെന്നുള്ള ആക്ഷേപവും വന്നിരുന്നു. അത് ഗൌരവമായി പരിശോധിക്കപ്പെടണം. ആ മന്ത്രിസഭ അത് പരിശോധിക്കണം. വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ 3 മണി വരെ എന്നൊക്കെയുള്ള ഒരു സമയമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഗൗരവമായിട്ട് കാണുന്നുണ്ട്? അല്ലല്ല, അത് നമ്മൾ പരിശോധിക്കേണ്ട, അതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. കാരണം അത് ടൂറിസം കേന്ദ്രങ്ങളിലെ നൈറ്റ് ലൈഫ് ഉദ്ദേശിച്ചാണോ അല്ലെ വ്യാപകമായി ബാറുകൾക്ക് ഇത് കൊടുക്കുകയാണോ എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി വരുത്തണം, വളരെ വ്യക്തത വരുത്തണം. ആ വ്യക്തത വരുത്താതെ വിശദമായി ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ദുരൂഹത. ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ ആ ഫയല് ഒറ്റ ദിവസം കൊണ്ടാണ് ഓരോ സെക്ഷനിലും കടന്നുപോയി എന്നാണ് പറയുന്നത്. അത് പാലക്കാടത്തെ ബ്രൂവറിയുടെ അങ്ങനെയായിരുന്നല്ലോ. ബ്രൂവറിയിൽ ഡൽഹിയിൽ നിന്ന് ഒരു കമ്പനി വന്ന് അപേക്ഷ കൊടുക്കുകയും റോക്കറ്റ് വേഗത്തിലാണ്. ഗവൺമെന്റ് സ്പീഡിൽ എന്ന് ആരാ പറഞ്ഞത്? ഈ സ്പീഡ് ഈ കാര്യത്തിലൊക്കെ നല്ല സ്പീഡാ. ജീവനക്കാരുടെ ശമ്പള കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ ജോയിന്റ് കൌൺസിൽ തൊടുപുഴ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി CG ആശ, സെക്രട്ടറിയായി മുഹമ്മദ് നിസാർ, ട്രഷററായി അനീഷ് ഫിലിപ്പ് എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്.
സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ ആവശ്യപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ തൊടുപുഴ മേഖലാ സമ്മേളനം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 മാസത്തിനുള്ളിൽ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് ബജറ്റ് സമ്മേളനത്തിൽ ധനവകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച 2 ആഴ്ചക്കാലമായിട്ടും ശമ്പള പരിഷ്കരണ കമ്മീഷനെ രൂപീകരിക്കുന്നതിനോ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ച് കമ്മീഷന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനോ സർക്കാർ തയ്യാറാകാത്തത് ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉടനെ പ്രതീക്ഷിക്കുന്നതിനാൽ ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരണം നീണ്ടുപോകുന്ന സാഹചര്യം ഒഴിവാക്കി അടിയന്തരമായി കമ്മീഷൻ രൂപീകരിച്ച് ഇടക്കാല റിപ്പോർട്ട് വാങ്ങി ജീവനക്കാർക്ക് പരിഷ്കരിച്ച ശമ്പളവും ആനുകൂല്യങ്ങളും അനുഭവവേദ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 2024 ജൂലൈ 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ 3 മാസത്തിനകം ശമ്പളം പരിഷ്കരിച്ച് നൽകണമെന്നും ആവശ്യപ്പെട്ടു. വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈ കേരളത്തിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടത് CH മേനോന്റെ നേതൃത്വത്തിലുള്ള അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിരുന്നു. ഫസലിയുമായി ചർച്ച നടത്തി എങ്ങനെയായിരിക്കണം മലയാളം ഈ കേരളം ഉണ്ടാകേണ്ടത്, അതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ രൂപപ്പെടുത്തിയെടുത്തു. അങ്ങനെയാണ് അതിർത്തികൾ നിർണയിച്ചുകൊണ്ട് തമിഴ്നാടിന് കൊടുക്കേണ്ടത്, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കേണ്ടത്, കാർഷിക പ്രാധാന്യമുള്ള മേഖലകളും വ്യാവസായിക പ്രാധാന്യമുള്ള മേഖലകളും ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് ഐക്യ കേരളത്തിന്റെ പിറവി ഉണ്ടാകുന്ന ചരിത്രപരമായ നിയോഗം ഏറ്റെടുത്തത് നവംബർ 1, 1956 യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് CG ആശ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് KS രാകേഷ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി മുഹമ്മദ് നിസാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ അനീഷ് ഫിലിപ്പ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VM ഷൗക്കത്ത് അലി, AK സുഭാഷ്, CG അജീഷ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി DK സജിമോൻ എന്നിവർ പങ്കെടുത്തു. ജില്ലാ കമ്മിറ്റി അംഗം BK മനോജ് സ്വാഗതവും ജിജി ആന്റണി നന്ദിയും പറഞ്ഞു. 28 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച MN അമ്മണിക്ക് സമ്മേളനത്തിൽ യാത്രയയപ്പ് നൽകി. യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം SKM ബഷീർ മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി CG ആശയെയും സെക്രട്ടറിയായി മുഹമ്മദ് നിസാറിനെയും ട്രഷററായി അനീഷ് ഫിലിപ്പിനെയുമാണ് തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ലയൺസ് ക്ലബ്ബ് ഓഫ് സേനാപതിയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. ക്ലബ്ബ് നടത്തിവരുന്ന വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഉച്ചഭക്ഷണ വിതരണം നടത്തിയത്. 2025-2026 ലയണിസ്റ്റിക് ഇയറിലെ ലയൺസ് ക്ലബ്ബ് ഓഫ് സേനാപതിയുടെ ഹങ്കർ പ്രോജക്ടിന്റെ ഭാഗമായാണ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചഭക്ഷണം നൽകിയത്. താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുമായി സഹകരിച്ചാണ് പരിപാടി നടത്തിയത്. ലയൺസ് ക്ലബ്ബ് ഓഫ് സേനാപതിയുടെ നേതൃത്വത്തിൽ ഈ വർഷം വിപുലമായ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, ചികിത്സാ ധനസഹായ വിതരണം എന്നിവയും നടത്തിവരുന്നു. രാജാക്കാട് പഞ്ചായത്തിലെ മുക്കുടിയിൽ 2 വൃക്കകളും തകരാറിലായ 26-കാരിയായ പെൺകുട്ടിക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തിരുന്നു. 7ഓളം പ്രധാന സേവന പ്രവർത്തനങ്ങൾ ഈ ലയണിസ്റ്റിക് വർഷത്തിൽ ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. തുടർന്നും കൂടുതൽ വിപുലമായ സേവന പ്രവർത്തനങ്ങൾ നടത്താനാണ് ക്ലബിന്റെ തീരുമാനം. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഉച്ചഭക്ഷണ വിതരണത്തിന് ക്ലബ്ബ് പ്രസിഡന്റ് VR രാജേഷ്, സെക്രട്ടറി ബേസിൽ കവലിയലിൽ, ട്രഷറർ VR ശിവൻ, രാജേഷ്, സജിത്, സിജോ, സജി, ബിജു, കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികളായ KR രാമചന്ദ്രൻ, PK ഷാജി, VA ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. 2025-2026 ലയണിസ്റ്റിക് ഇയറിലെ ലയൺസ് ക്ലബ്ബ് ഓഫ് സേനാപതിയുടെ ഹങ്കർ പ്രോജക്റ്റിൻ്റെ ഭാഗമായി നമ്മൾ ഈ വർഷം ഇവിടെ നെടുങ്കണ്ടം താലൂക്ക് ഹോസ്പിറ്റലിൽ ഇവിടുത്തെ കിടപ്പ് രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ക്ലബ്ബിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മെമ്പർമാർക്ക് എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ആഗോള കത്തോലിക്ക സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. തിങ്കളാഴ്ച വിഭൂതി തിരുനാൾ ആചരിച്ചുകൊണ്ടാണ് വലിയ നോമ്പിലേക്ക് കടന്നത്. വിജയപുര രൂപതയുടെ കീഴിലുള്ള ഇടുക്കിയിലെ ലത്തീൻ ഇടവകകളിൽ ഇന്ന് ക്ഷാരബുധൻ ആചരിച്ചു. കല്ലാർ മേരിഗിരി ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ വിജോഷ് മുള്ളൂർ കാർമ്മികത്വം വഹിച്ചു. ക്ഷാരബുധനിലൂടെ ആഗോള കത്തോലിക്ക സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. സിറോ മലബാർ, സിറോ മലങ്കര എന്നീ പൗരസ്ത്യ റീത്തുകളിൽ തിങ്കളാഴ്ച വിഭൂതി തിരുനാൾ ആദരിച്ചുകൊണ്ടാണ് വലിയ നോമ്പിലേക്ക് കടന്നത്. ലത്തീൻ റീത്തിലടക്കം പാശ്ചാത്യ സഭകളിൽ ക്ഷാരബുധനെ വിഭൂതി തിരുനാൾ ആദരിച്ചുകൊണ്ടാണ് വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയ്ക്കൊപ്പം ലോകമെമ്പാടുമുള്ള പാശ്ചാത്യ സഭകളും ഈ ദിനം പരിശുദ്ധ കുർബാന മധ്യേ നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശു വരച്ച് നോമ്പിലേക്ക് കടക്കുന്നു. മുൻ വർഷത്തെ കുരുത്തോല കരിച്ചാണ് നെറ്റിയിൽ പൂശാനുള്ള ചാരം നിർമ്മിക്കുന്നത്. ഉപവാസത്തിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും മനുഷ്യ ശരീരവും ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പീഡാസഹന മരണ ഉത്ഥാന രഹസ്യങ്ങളുടെ ഓർമ്മാചരണത്തിന് ഒരുങ്ങുകയാണ് ക്രൈസ്തവർ 50 നോമ്പിലൂടെ. വിജയപുര രൂപതയുടെ കീഴിലുള്ള ഇടുക്കിയിലെ ലത്തീൻ ഇടവകകളിൽ ക്ഷാരബുധൻ ആചരിച്ചു. കല്ലാർ മേരിഗിരി ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ വിജോഷ് മുള്ളൂർ കാർമ്മികത്വം വഹിച്ചു.
അവയെല്ലാം അടച്ചു വെച്ചുകൊണ്ട് നീ രഹസ്യത്തിൽ നിന്റെ പിതാവുമായിട്ട് പ്രാർത്ഥിക്കുക. നീയും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴപ്പെടുക. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്ന ഒരു കാര്യം ഇതാണ്, ലോകത്തിൻ്റെതായ രീതിയിൽ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല തടസ്സങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെടും. അവിടെയാണ് പ്രാർത്ഥനയുടെ ശക്തി വർദ്ധിക്കുക. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം ദൈവവുമായിട്ടുള്ള ബന്ധം ഒഴുകി. അതുവരെയുള്ള മണിക്കൂറുകളിൽ ലോകവുമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അല്പസമയം ഞാൻ എന്റെ ദൈവവുമായിട്ട് എന്റെ കുടുംബത്തോടൊരുമിച്ച് എന്റെ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും പ്രാർത്ഥനയിൽ നടക്കുമ്പോഴൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ലോകത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ദൈവവുമായിട്ട് ഒരു ബന്ധത്തിലായിത്തീരുന്നു. കോശ്ശേരിൽ ലൈഫ് ഫിഷ് വെൻഡിംഗ് സെന്റർ മുളപ്പുറത്ത് പ്രവർത്തനം ആരംഭിച്ചു. പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന പദ്ധതിയുടെയും കേരള ഫിഷറീസ് വകുപ്പിന്റെയും അംഗീകാരത്തോടെ പ്രവർത്തനം ആരംഭിച്ച സെന്ററിൽ നിന്നും സ്വന്തം ഫാമിൽ വളർത്തുന്ന ഗുണമേന്മയേറിയ മത്സ്യങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ഗുണമേന്മയേറിയ വളർത്തു മത്സ്യങ്ങൾ വിപണിയിലെത്തിച്ച് ശ്രദ്ധ നേടിയ മുളപ്പുറം കോശ്ശേരിൽ അക്വാ ഫാമിനോടനുബന്ധിച്ച് കോശ്ശേരിൽ ലൈവ് ഫിഷ് വെൻഡിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതിയുടെയും കേരള ഫിഷറീസ് വകുപ്പിന്റെയും അംഗീകാരത്തോടെ തുടങ്ങിയ സെന്ററിൽ നിന്നും സ്വന്തം ഫാമിൽ വളർത്തുന്ന ഗുണമേന്മയേറിയ മത്സ്യങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്നു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം PJ ജോസഫ് MLA നിർവഹിച്ചു. വിഷമടിക്കാത്ത മത്സ്യം ഇവിടുന്ന് കിട്ടും, ഫ്രഷായിട്ട് കിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് മാത്രമല്ല, ഇത് വാങ്ങാൻ വേണ്ടി പുറമേ നിന്നും ആളുകൾ ഒരു സംശയമില്ല. ഞാൻ വിലയൊക്കെ ചോദിച്ചു. വില ന്യായമായ വില, പക്ഷേ പുറമേ ഉള്ള വിലയേക്കാൾ അല്പം കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ലേ. തീർച്ചയായിട്ടും ഇവിടെ മാത്രമല്ല, കരിമണ്ണൂരിൽ മാത്രമല്ല, പുറമേ നിന്നും ആളുകൾ ഈ മത്സ്യം തേടിയെത്തും. നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. വിജയകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട്, വൈസ് പ്രസിഡന്റ് റീന സോജൻ, ഫിഷറീസ് ഓഫീസർ ജോബിൻസ് കുര്യൻ, വാർഡ് മെമ്പർ മാത്യു തോമസ് എന്നിവർ ആശംസകൾ നേർന്നു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ കണ്ണൻ P സ്വാഗതവും ബിജോയ് കുര്യാക്കോസ് കൃതജ്ഞതയും അറിയിച്ചു. ഗുണമേന്മയേറിയ മത്സ്യങ്ങൾ ഉപഭോക്താക്കൾക്ക് നേരിൽ കണ്ട് ലൈവായി തന്നെ വെന്റ് ചെയ്ത് വാങ്ങാമെന്നതാണ് ഫാമിന്റെ പ്രത്യേകത. അപ്പോൾ ഇതില് ആ ഫിൽറ്ററിൽ ചെന്നിട്ട് വെള്ളം ഫിൽറ്ററായിട്ട് ആ പച്ചക്കറിയും നെല്ലൊക്കെ നിൽക്കുന്നുണ്ടോ, അതെല്ലാം വെള്ളം ഫിൽറ്ററാക്കി അതിൽ അമോണിയയിലെ നൈട്രേറ്റ് ആക്കി മാറ്റിയിട്ട് ബാക്ടീരിയ നൈട്രേറ്റ് ആക്കി മാറ്റി ശുദ്ധമായ വെള്ളം ഇതിലേക്ക് വിടും. വാള, അതിന്റെ അപ്പുറം ഗൗര, അതിന്റെ അപ്പുറം തിലോപ്പിയ, പിന്നെ നാച്ചുറൽ പോണ്ടുകൾ നമുക്കുണ്ട്. അവിടുന്ന് വളർത്തിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ 2 പേരുണ്ട്. കൂടാതെ ഫംഗ്ഷനുകൾക്കും എല്ലാവിധ ഇവന്റുകൾക്കും ആവശ്യമായ മത്സ്യങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനും ഓർഡർ അനുസരിച്ച് ലഭ്യമാക്കുന്നതിനുമുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുള്ളതായി മാനേജ്മെന്റ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9747821216 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വീട്ടമ്മയെ രക്ഷിച്ച മണക്കാട് സ്വദേശി അർജുൻ ബാബുവിനെ മണക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് ബിനോയ്
അർജുൻ ബാബുവിന് പൊന്നാടിയും മൊമന്റോയും നൽകി. ബാങ്ക് മുൻ പ്രസിഡന്റ് VB ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നിർമ്മൽ ഷാജി, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ, സഹകാരികൾ, അർജുന്റെ കുടുംബാംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നമ്മളെല്ലാം കേട്ടതാണ്. പുഴയിൽ കുളിക്കാൻ പോയ നമ്മുടെ തന്നെ ഭയങ്കര തന്നെ ഉള്ളതായിട്ടുള്ള ഇല്ലേ ശാന്ത ചേച്ചി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ പുഴയിലേക്ക് പോയി. തുണി പോയപ്പോൾ കുളിക്കാൻ ഇറങ്ങിയതാന്ന് തോന്നി. അതായത് ഒഴുകിൽപ്പെട്ടു പോയി. അതറിഞ്ഞ് തൊട്ടടുത്തുള്ള ചേച്ചി അർജുനെ കണ്ടു പറയുകയായിരുന്നു. ഇതൊക്കെ ഒന്ന് നോക്കാതെ തന്നെ പുഴയിലേക്ക് എത്തിയാണ്. ഈ സാഹസികമായിട്ടാണ് ചേച്ചി രക്ഷപ്പെടുത്തിയത്. അപ്പം അതിന് നാടിൻ്റെ ആദരവെല്ലാം ഏറ്റുവായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ എല്ലാവരും തന്നെ അതുമായിട്ട് പങ്കുവയ്ക്കി. അത്തരം ഒരു സാഹചര്യം ഉണ്ടായത് അർജുന്റെ ഇടപെടൽ മൂലമാണ് ഒരുപാട് വിഷമകാരിയായത്. ഇതിനെ സംബന്ധിച്ചെല്ലാം നമ്മൾ കേട്ടതാണ്. ഇടുക്കി ജില്ലയിൽ പട്ടയ നടപടികൾ അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമുണ്ടെന്ന് ആരോപിച്ച് CPIM രംഗത്ത്. ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിച്ച് പട്ടയ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കല്ലാറുകുട്ടി ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ 7 ചെയിൻ വരെ പട്ടയം നൽകാൻ തീരുമാനമായതായും അദ്ദേഹം അറിയിച്ചു. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുന്നതിന് മുൻപ് ഭൂമി പ്രശ്നങ്ങൾ ഗുരുതരമായിരുന്ന മലയോര ജില്ലയായിരുന്നു ഇടുക്കിയെന്നും നിയമക്കുരുക്കുകളും ചുവപ്പ് നാടകളും നീക്കി ജനങ്ങൾക്ക് ഭൂസ്വാതന്ത്ര്യം ഉറപ്പാക്കാനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ചെറുതോണിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CV വർഗീസ് വ്യക്തമാക്കി. CHR മേഖലയിൽ 1993 പ്രത്യേക ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിനാണ് സർക്കാർ ഉത്തരവിറക്കിയതെന്നും 1980 കേന്ദ്ര വനസംരക്ഷണ നിയമപ്രകാരം മുൻകൂർ അനുമതി ലഭിച്ച ഭൂമിക്ക് പട്ടയം നൽകുന്നതിന് തടസ്സമില്ലെന്നും CV വർഗീസ് പറഞ്ഞു. 2009 സുപ്രീം കോടതി ശരിവച്ച പ്രത്യേക ഭൂപതിവ് ചട്ടപ്രകാരം ഷോപ്പ് സൈറ്റുകൾക്കും പട്ടയം നൽകാമെന്നും ഗോദവർമ്മ തിരുമൽപ്പാട് കേസിലെ ഇടക്കാല ഉത്തരവ് ഷോപ്പ് സൈറ്റുകൾക്ക് ബാധകമല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാവും, UDFന്റെ രാഷ്ട്രീയം ഞങ്ങൾക്ക് മനസ്സിലാവും. ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നേരിടാൻ ഞങ്ങൾ തന്നെത്തോ. പക്ഷെ ജനങ്ങൾക്കിടയിൽ ഇതിന്റെ തെറ്റായ പ്രചരണം നടത്തും. UDFന്റെ കനകരു അദ്ദേഹത്തിന്റെ തിയറി തന്നെ വിവാദങ്ങളും കള്ളങ്ങളും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അദ്ദേഹം നടന്ന പരിശ്രമം അതാണ് UDFന്റെ ആയുധമായി ഉപയോഗപ്പെടുന്നത്. അപ്പൊ കൃഷിക്കാരിപ്പോൾ അപേക്ഷ സ്വീകരിച്ച് തുടങ്ങി. 2014 ഗവൺമെന്റ് ഇവിടെ 3 ചെയിൻ പ്രദേശത്ത് 7 ചെയിൻ പ്രദേശത്ത് പട്ടയം ഉപേക്ഷിക്കപ്പെട്ട പ്രദേശത്ത് 10 ഉപേക്ഷിക്കപ്പെട്ട പ്രദേശത്ത് മണിയാശാൻ ഗവൺമെന്റ് പട്ടയം കൊടുക്കാൻ നിലപാട് സ്വീകരിച്ചു. അതിലെ പരിസ്ഥിതി സംഘടനകൾ സുപ്രീം കോടതി ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതി കേസ് നിലനിൽക്കുന്നുണ്ട്. തൃശ്ശൂർ ആസ്ഥാനമായിട്ടുള്ള സംഘടന കേസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 10 ഉപേക്ഷിക്കപ്പെട്ട പ്രദേശത്ത് ഇപ്പൊ കല്ലാറുകുട്ടി ഉൾപ്പെടെയുള്ള പ്രദേശത്ത് 7 ചെയിൻ പട്ടയം കൊടുക്കാൻ തീരുമാനമെടുത്തു. അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. കട്ടപ്പന ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പട്ടയം നൽകുന്നതിനും സർക്കാർ ഉത്തരവിറക്കിയതായി അദ്ദേഹം അറിയിച്ചു. 1964 ചട്ടങ്ങൾക്ക് കീഴിൽ പതിച്ചുകൊടുത്ത ഭൂമിയിലെ വാണിജ്യ നിർമ്മിതികൾ സാധൂകരിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെ നിയമപരമായ സാധൂകരണം ഉറപ്പുവരുത്തുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കി. കല്ലാർകുട്ടി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ 7 ചെയിനുവരെ പട്ടയം നൽകാൻ തീരുമാനമായതായും അദ്ദേഹം അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യനും അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് ജോയിന്റ് കൌൺസിൽ ശാന്തൻപാറ മേഖലാ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം G രമേശ് യോഗം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ബിജു ജോർജ് അധ്യക്ഷത വഹിച്ചു. പുതിയ ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. രാജ്യത്ത് സ്ഥിര നിയമനങ്ങളും തസ്തികകളും ഇല്ലാതാക്കി കരാർ ക്യാഷ്വൽവൽക്കരണം നടപ്പാക്കി സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് ജോയിന്റ് കൌൺസിൽ ശാന്തൻപാറ മേഖലാ സമ്മേളനത്തിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. PSC വഴി കൂടുതൽ യുവതിയുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന കേരള സർക്കാർ നിലപാട് സ്വാഗതാർഹമാണെന്നും ജീവനക്കാർക്ക് ബജറ്റിൽ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കണമെന്നും ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം G രമേശ് അഭിപ്രായപ്പെട്ടു. ശാന്തൻപാറ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ സിവിൽ സർവീസ് രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന പോരാട്ടങ്ങളാണ് നാം ഏറ്റെടുത്ത് നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം എന്ന് പറഞ്ഞാൽ
ഇവിടെ ഇരിപ്പുണ്ടാവും നമ്മുടെ പുതിയ പങ്കാളിത്ത പെൻഷൻകാരും ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സിവിൽ സർവീസിന്റെ ഏറ്റവും മറ്റേതൊരു തൊഴിലിൽ നിന്നും സിവിൽ സർവീസിന്റെ ഏറ്റവും ആകർഷണീയമായ പെൻഷൻ പദ്ധതി അട്ടിമറിക്കപ്പെട്ടിട്ട് 13 വർഷങ്ങൾ പിന്നിടുകയാണ്. നമുക്കറിയാം 2004 ഇന്ത്യ രാജ്യത്ത് പങ്കാളിത്ത പെൻഷൻ എന്ന പദ്ധതി ശ്രീമാൻ എ ബി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 2004 ജനുവരി 1 മുതലാണ് പങ്കാളിത്ത പെൻഷൻ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയത്. പക്ഷെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് തന്നെ 2002 തന്നെ 2002 ശ്രീമാൻ എ കെ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തന്നെ നമ്മുടെ പെൻഷൻ പദ്ധതി അട്ടിമറിക്കുവാനും അതുപോലെ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നതിനുമുള്ള ഉത്തരവിറക്കുകയുണ്ടായി. ഇന്ന് സർവീസിലുള്ള ആളുകൾക്കറിയാം 32 ദിവസക്കാലം നീണ്ടു നിന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ പണിമുടക്കം, അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടവര്, അതുപോലെ ജയിലിലടയ്ക്കപ്പെട്ടവര്, അങ്ങനെ ഒട്ടനവധി ചെറുത്തുനിൽപ്പുകളുടെ എല്ലാം ഫലമായിട്ടാണ് അന്ന് ആ ഉത്തരവ് മരവിപ്പിക്കുകയാണ് ചെയ്തത്, പിൻവലിച്ചില്ല. അതിനുശേഷം വന്ന VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ആ ഉത്തരവ് പിൻവലിച്ചത്. എന്നാൽ 2011 വീണ്ടും UDF അധികാരത്തിൽ വന്നു. ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ അന്ന് തൊട്ട് തന്നെ ഈ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കണമെന്ന ഒരു വാശി തന്നെ ആ ഗവൺമെന്റ് ഉണ്ടായി. അതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ 2013 പങ്കാളിത്ത പെൻഷൻ ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഏപ്രിൽ 1 മുതൽ. അപ്പൊ അന്നും ആ 2013 നമ്മൾ ശക്തമായ സമരം തന്നെ ഉറച്ചു നിന്നു. 8 ദിവസക്കാലം 2013 8 ദിവസം പണിമുടക്കുകയും അതിന്റെ ദുരന്തങ്ങളെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവസാനം ഒത്തുതീർപ്പ് ചർച്ചയെല്ലാം നടത്തിയാണ് ഈ പങ്കാളിത്ത പെൻഷൻ ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായത് എന്താണെന്ന് വെച്ചാൽ അതുവരെ സമരരംഗത്ത് ഒട്ടനവധി സംഘടനകൾ ഉണ്ടായിരുന്നു. നമ്മോടൊപ്പം ചേർന്ന് നമ്മൾ മാത്രമല്ലായിരുന്നില്ല. രാജാക്കാട് വെച്ച് നടന്ന സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ബിജു ജോർജ് അധ്യക്ഷത വഹിച്ചു. സംഘടന ഇടുക്കി ജില്ലാ സെക്രട്ടറി R ബിജുമോൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ബെന്നി മാത്യു, ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ VK ജിൻസ്, MJ ജോസ്, ജില്ലാ കമ്മിറ്റി അംഗം TS സനീഷ്, N സിന്ധു, നീതു രവി, ജിൻഡോ എബ്രഹാം എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി N സിന്ധുവും സെക്രട്ടറിയായി ജിബിൻ പൈലിയും ട്രഷററായി ബെന്നി മാത്യുവും തെരഞ്ഞെടുക്കപ്പെട്ടു. വനിതാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റായി ചിപ്പി ബിജുവും സെക്രട്ടറിയായി നീതു രവിയും തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുടിവെള്ളത്തിലേക്ക് മാലിന്യമൊഴുക്ക് വ്യാപകമാകുന്നു. നഗരസഭയുടെ കെടുകാര്യസ്ഥതയെന്ന് ആരോപണം. കോതമംഗലത്തെ വിവിധ ഹോസ്റ്റലുകളിലുൾപ്പെടെ വ്യാപകമായി മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുമ്പോഴാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം വലിയ തോതിൽ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള സ്രോതസ്സായ കോഴിപ്പള്ളി തോട്ടിലേക്ക് ഒഴുകുന്നത്. മുനിസിപ്പൽ ഭരണസമിതിയുടെ ഈ സമീപനത്തിനെതിരെ ശക്തമായ സമരത്തിന് രൂപം നൽകുമെന്ന് ആം ആദ്മി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ പറഞ്ഞു. കോഴിപ്പള്ളി പാലം വീതി കൂട്ടുന്ന നാഷണൽ ഹൈവേ വർക്ക് നടക്കുമ്പോഴാണ് ഈ കൊടിയ വേനലിൽ മലിനജലം വ്യാപകമായി തോട്ടിലേക്ക് ഒഴുകുന്നത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കോതമംഗലം പ്രദേശത്തെ 10,000-കണക്കിന് ജനങ്ങൾ ഉപയോഗിക്കുന്ന കുടിവെള്ള സ്രോതസ്സിലേക്കാണ് ഇത്തരം അഴുക്കുചാലുകൾ തുറന്നുവിട്ടുകൊണ്ട് ഏതാനും ചില സ്ഥാപനങ്ങളുടെ ഈ ഹീനമായ പ്രവൃത്തി ചെയ്യുന്നത്. മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ ഏതൊരു സ്ഥാപനവും തുടങ്ങുമ്പോൾ ലൈസൻസ് നൽകുന്ന വേളയിൽ തന്നെ മലിനജലങ്ങളും മറ്റും കൃത്യമായി സംസ്കരിക്കണമെന്ന ഉറപ്പിന്മേലാണ് ലൈസൻസ് നൽകുന്നത്. എന്നാൽ തുടർന്ന് ഇതിന് കൃത്യമായ പരിശോധനകളോ നടത്താതെ നിസ്സംഗത പാലിക്കുന്ന മുനിസിപ്പാലിറ്റി അധികൃതർ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. മുനിസിപ്പൽ ഭരണസമിതിയുടെ ഈ സമീപനത്തിനെതിരെ ശക്തമായ സമരത്തിന് രൂപം നൽകുമെന്ന് ആം ആദ്മി പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ പറഞ്ഞു. സെക്രട്ടറി റെജി ജോർജ്, ലാലു മാത്യു, കുഞ്ഞിത്തൊമ്മൻ ഇലഞ്ഞിക്കൽ, രവി ഇഞ്ചൂർ എന്നിവർ പങ്കെടുത്തു. ഈ റോഡിലെ നാഷണൽ ഹൈവേയുടെ വർക്ക് നടക്കുകയാണ്. ഇവിടെ ഒരു പാലം പണിയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഡ്രെയിനേജ് ബ്ലോക്കാക്കി സകല കടകളുടെയും വൃത്തികെട്ട വെള്ളം മഹാവിനാശം പടർത്തിക്കൊണ്ട് ഈ തോട്ടിലേക്ക് ഒഴുക്കി വിടുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള സംഭരണിയുടെ ഏരിയയാണ് പുഴയുടെ ആ ഭാഗം. അവിടേക്കാണ് ഈ ഡ്രെയിനേജിലെ വെള്ളം ഒഴുക്കി വിടുന്നത്. മഹാവിനാശകാരിയായ ഈ സാഹചര്യം എത്രയും വേഗം അധികൃതർ തീരുമാനമുണ്ടാക്കിയില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്കാർ വൻ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. ഇവിടെ എല്ലാം മഞ്ഞപ്പിത്തം നല്ല രീതിയിൽ പടരുന്നുണ്ട്. ഈ അഴുക്ക് വെള്ളം ഇവിടെ കിടന്നിട്ട് ദുർഗന്ധം വമിച്ച് ഈ പ്രദേശം മുഴുവൻ നാശത്തിലായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ മുതലക്കോട് മാവിൻചുവട്ടിൽ യുവാവ് ബൈക്ക് അപകടത്തിൽ മരിച്ച സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പും പോലീസും PWD ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. വന്യമൃഗ ആക്രമണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് UDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സ് നടത്തി. PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന സർക്കാർ ബാറിന്റെ പ്രവർത്തന സമയം നീട്ടിയതിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ആഗോള കത്തോലിക്ക സഭ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ചു. വിജയപുരം രൂപതയുടെ കീഴിലുള്ള ഇടുക്കിയിലെ ലത്തീൻ ഇടവകകളിൽ ഇന്ന് ക്ഷാരബുധൻ ആചരിച്ചു. ഇടുക്കി ജില്ലയിൽ പട്ടയ നടപടികൾ അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കമുണ്ടെന്ന് ആരോപിച്ച് CPIM രംഗത്ത്. ജനങ്ങളെയും ഉദ്യോഗസ്ഥരെയും തെറ്റിദ്ധരിപ്പിച്ച് പട്ടയ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതായി ജില്ലാ സെക്രട്ടറി CV വർഗീസ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.